അങ്ങനെ നമ്മളിന്ന് ഞായറാഴ്ച ആയപ്പോ വീണ്ടും ഫിഷിങ്ങിന് ഇറങ്ങിയുള്ളതാണ് കേട്ടോ. നമ്മളെ ചേറ്റൂർ പുഴയിലാണ് ഇറങ്ങിയിട്ടുള്ളത്. മീൻ ഇവിടെ ഈ ഒരു സമയത്ത് സാധാരണ എന്താ പറയാ വെള്ളം കലങ്ങിയിട്ട് മീൻ പൊന്താറുണ്ട്. അപ്പൊ അത് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. എന്തായാലും നമ്മുടെ ആദ്യത്തെ പോലെ ഈ സംഭവം ഇവിടെ വീശാന്റെ പോലെ ആദ്യത്തെ പോലെ ഫസ്റ്റ് വലക്കുന്നത് ഒരു പാള കരിമീൻ കിട്ടിയിട്ടാ. നല്ല അടിപൊളി പാള. കണ്ടില്ലേ, നല്ലൊരു അടിപൊളി ആൺകരിമീനാണ് കിട്ടിയത്. എലമാന്തം എലമാന്തല്. അപ്പൊ ലീഫ് മാന്തൽ എന്ന് പറയൂലേ? കാരണം മാന്തലിന് എന്താ ഇംഗ്ലീഷ് പറയാ? ലീഫ് മാന്തൽ. അതാണ് സാധനം. പെട്ടക്കണ അത്യാവശ്യം വലുപ്പുണ്ടല്ലേ? ഇന്നലെ ഇതുപോലെ ഏറ്റവും കയറിയപ്പോ കലങ്ങിയ വെള്ളം വന്നു. ആ വെള്ളത്തിൽ വന്ന മീനണ്ട ചത്തൂന്തി കിടക്കണം. നമുക്ക് ആ ജീവനത്തോടെ കിട്ടണമെങ്കിൽ ഒരു പരിധി വിട്ടനെ ചത്തുപോയി. യാക്കറും കേസ് നമ്മളെ ലൊക്കേഷൻ മാറി കേട്ടാ. കാരണം എന്താ വെച്ചത് കണ്ട, കംപ്ലീറ്റ് ഇവിടെ കൊളവാഴ വന്ന് നിറങ്ങി. വെള്ളം മാറി നോക്കുമ്പോ മീനും പോയി. നമ്മളെ പുഴ വെള്ളം ഇറങ്ങി എന്ന് വെച്ചാൽ മണക്കാല പുളിക്കക്കടവ് ആ ഭാഗത്തു നിന്നുള്ള നല്ല വെള്ളം റിട്ടേൺ ഇറങ്ങി. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടുത്തെ കലങ്ങിയ വെള്ളം വീണ്ടും തിരിച്ച് കടലിലേക്ക് തന്നെ പോയി. അവിടെ നമുക്ക് മീനൊന്നും കിട്ടില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് മാറി കിട്ടാം. ഓക്കെ, അങ്ങനെ നമ്മൾ വീണ്ടും പാലക്കടയിൽ എത്തിയിട്ടാ. ആദ്യത്തെ വല വീശി ഇവിടെ നല്ല ഒഴുക്കാണ്. നമുക്ക് ഇന്നെന്തായാലും കൊഞ്ച് കിട്ടണം. കാരണം അത്രയധികം കുളവാഴ കയറിയിട്ടുണ്ട് ഇവിടെ. ഈ കുളവാഴ കയറുമ്പോഴാണ് അതിന്റെ കൂടെ കൊഞ്ച് വരും, ആറ്റി കൊഞ്ച്. പൊളിച്ചുണ്ട് കേട്ടാ. വല കാണാൻ നല്ല രസം കിട്ടാ. പൊളിച്ച് മക്കളെ പൊളിച്ച്. കണ്ടില്ലേ, ഫുൾ അറഞ്ചില്. സംഭവം കാണാൻ വീഡിയോക്ക് രസം ഉണ്ടാവും. മുള്ളനുണ്ടാവും. അറഞ്ചിലല്ല, തെറ്റിപ്പോയി മുള്ളൻ. കണ്ടില്ലേ, ആയിവ എന്താ രസം. മുള്ളൻ നല്ല ഉണക്കാൻ പറ്റിയ മുള്ളൻ. നട്ടുണ്ടോ കൈ? മുള്ളംപൊടി എന്നിട്ട് ഇതിലും 5 ദിവസം മുള്ളംപൊടി.
ഞാൻ അവിടെ സ്റ്റെക്കായത് പെട്ടെന്ന് പല്ലി കൂടെ ഇറങ്ങി എന്തിനുള്ള കാടിൻ്റെ ഉള്ളിൽ പോയി വീശാണ്ട 2 ക്ലാരക്കുട്ടി ഉണ്ട്. എന്ത് കുട്ടി? അയ്യോ 2 ഒരേ പോലത്തെ നോക്കട്ടെ. ബീഡിക്കുറ്റി പോലത്തെ 2 അല്ലേ വേറെ ഒന്നുമില്ല. പക്ഷെ ഇത് ഒഴിവാക്കണ്ടേ, നമുക്ക് അങ്ങോട്ട് തന്നെ പിടിക്കാം. ഉം. കണമ്പ് കിടിലം കണമ്പ് സാറ് കണമ്പ് ബാക്കി മുള്ളേ